ഇത് പട്ടായയിലെ ഒരു ലോക്കൽ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ സംഭവം കഴിക്കാൻ വേണ്ടി കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഇവിടെ നിന്ന് കഴിക്കാൻ പോകുന്നത് ക്രോക്കഡൈൽ മീറ്റാണ് ഇന്ന് മെയിനായിട്ട് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന ടീംസ് എല്ലാവരും ഉണ്ട്. ഇതെന്ന് പറയുന്നത് ചിക്കനാണ് കേട്ടോ. നല്ല അടിപൊളി ഗ്രിൽഡ് ചിക്കൻ, നാവിലെന്ത് പറയും, വെള്ളമൊക്കെ കൂടി വരുന്ന ഗ്രിൽഡ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ അയാൾ ഫസ്റ്റ് എന്തായാലും ചിക്കൻ മേടിച്ചു. അതിനെ നമ്മൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പട്ടായയിൽ നിന്നാണ് കേട്ടോ ഇതെല്ലാം. ഈ ചിക്കൻ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാണ്, ഹാരിസിക്കയുടെ കൂടെ പോയി നമുക്ക് ക്രോക്കഡൈൽ മീറ്റ് കഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ ക്രോക്കഡൈൽ മീറ്റ് എങ്ങനെയാണെന്നുള്ളത് കൂടി ഇന്ന് പരീക്ഷണമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചിക്കൻ ഒന്ന് കഴിച്ചിട്ട് വേണം ക്രോക്കഡൈൽ പരീക്ഷിക്കാൻ. ഇവിടെ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നതാണെങ്കിലും എല്ലാ ഷോപ്പിൻ്റെ ചെറിയ ചെറിയ ഷോപ്പാണ് കേട്ടോ. ഈ കാണുന്നത് പോലെ ചെറിയ ചെറിയ ഷോപ്പാണ്. ഈ ഷോപ്പിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ കഴിച്ചും കണ്ടും ഒക്കെ എന്താ ഹാരിസിക്കയോടെ ഞങ്ങൾ തായ്ലൻഡ് ട്രിപ്പ് പൊളിക്കുകയാണ് കേട്ടോ. പൊളിച്ചെടുക്കുക. ഞങ്ങളങ്ങനെ ക്രോക്കഡൈൽ ഇറച്ചി കഴിക്കാൻ പോകുന്നു കേട്ടോ. ഇതാണ് ക്രോക്കഡൈൽ. നല്ല തല, വലിയ തലകളുണ്ട്, ചെറുതുണ്ട്, പിന്നെ പല സൈസിലുള്ള ക്രോക്കഡൈലുണ്ട്. ഇത് ഒരു പ്ലേറ്റിന് വന്നിട്ട് വലിയ പ്ലേറ്റിന് 400 ബാത്താണ് കേട്ടോ. 400 തായ് ബാത്താണ്. ഇതിനെ അപ്പുറത്ത് അവർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ പീസെല്ലാം എനിക്ക് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. സ്മോളിന് വന്നിട്ട് 200 ബാത്ത്, മീഡിയത്തിന് 300, ലാർജിന് വന്നിട്ട് 400 ബാത്താണ് കേട്ടോ. അപ്പോൾ തായ്ലൻഡിൽ വരുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ക്രോക്കഡൈൽ മീറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല ടേസ്റ്റുള്ള മീറ്റാണ്. നമ്മൾ അതിന് ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തായ്ലൻഡിൽ നിന്ന് എന്ത് ചെയ്യാനുള്ളൂ, പോകാൻ പാടുള്ളൂ. ക്രോക്കഡൈൽ മീറ്റ് കട്ട് ചെയ്യുന്നുണ്ടോ? കട്ട് ചെയ്യും. 3-4 വയസ്സിനുള്ളിൽ കട്ട് ചെയ്യും. ഒരുപാട് വലുതാക്കാൻ പറ്റില്ല. മീറ്റ് ഹാർഡോ 3 വയസ്സിനകത്താണ് ക്രോക്കഡൈലിനെ കട്ട് ചെയ്യുന്നത്. ആ മീറ്റ് വളരെ സോഫ്റ്റ് ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്, കൊളസ്ട്രോൾ ഫ്രീ ആണ്, വൈറ്റ് മീറ്റ് ആണ്. ഇപ്പോൾ എന്താ പറയുമ്പോൾ റെഡ് മീറ്റ് ഒക്കെ കഴിക്കുമ്പോൾ കൊളസ്ട്രോളിന്റെ ഇഷ്യൂസ്, അതുപോലെ യൂറിക് ആസിഡ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. വളരെ ടേസ്റ്റി ആണ്, ബെസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊക്കെ ഉണ്ടോ, വൈറ്റ് മീറ്റ് ആണ്. വൈറ്റ് മീറ്റ് വാ, ധൈര്യമായിട്ട് ഒന്ന് കഴിക്കാം. ചിക്കനേക്കാളും ടേസ്റ്റിയാണ്. എടുത്തോ വേറെ വരുന്നുണ്ടോ? വാ 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 വാ. If you don't know the story, you might think it's a chicken. അതെ, ഇത് നമ്മുടെ ക്രോക്കഡൈൽ മീറ്റ് ആണ്. അങ്ങനെ ഞാൻ ക്രോക്കഡൈൽ മീറ്റ് കഴിക്കാൻ പോകണം കേട്ടോ. അടിപൊളി കേട്ടോ, അടിപൊളി. അങ്ങനെ ചിക്കനേക്കാളും സൂപ്പറായി സാധനം കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ക്രോക്കഡൈൽ അവിടെയൊക്കെ കട്ട് ചെയ്ത് പിടിക്കുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഫോറസ്റ്റുകാർ എടുത്തുകൊണ്ട് പോകും.
പിന്നെ നമുക്ക് തായ്ലൻഡിലൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇറ്റ്സ് വെരി ടേസ്റ്റി. നമ്മുടെ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും കൊള്ളാം കേട്ടോ.正宗中国的口味，不好吃不要钱，不好吃不要钱。韩国的新鲜鱿鱼，中国的味道。铁板鱿鱼，哈尼巷，正宗中国的口味，不好吃不要钱，不好吃不要钱。韩国的新鲜鱿鱼，中国的味道。铁板鱿鱼。അടിപൊളി ഇറച്ചിയാണ് കേട്ടോ. അതായത് നമ്മുടെ ചിക്കനൊക്കെ വെല്ലുന്ന ഇറച്ചിയാണ്. നമ്മുടെ കൊളസ്ട്രോളൊന്നും ഒന്നുമില്ലാത്ത അടിപൊളി ഇറച്ചിയാണ്. നമ്മൾ എങ്ങനെയുണ്ട് ക്രോക്കഡൈൽ? ഓക്കെ, അടിപൊളിയാണ്. സാധാരണ ചിക്കൻ ആ ഒരു ബീഫ് കഴിക്കുന്നതാണ്. കഴിഞ്ഞോ? Last one, 400 baht. Buy 3 box, 1,200. ഇത് ബ്രെഡാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ കൂടെ പ്ലേറ്റിൽ അവർ രണ്ട് ബട്ടർ ബ്രെഡൊക്കെ വെച്ച് തരും. അതും വേറെ ടേസ്റ്റാണ്, അടിപൊളിയാണ്. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ വെറൈറ്റി ഭക്ഷണമൊക്കെ കഴിക്കാൻ എപ്പോഴും നമുക്ക് അവസരം കിട്ടും കേട്ടോ. നല്ല രീതിയിലുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ക്രോക്കഡൈൽ മീറ്റൊക്കെ കഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു, ടേസ്റ്റ് ചെയ്തു. അത് സൂപ്പറായിരുന്നു. അപ്പോൾ അടുത്തിന് എന്ത് ഫുഡ് നമുക്ക് കിട്ടുമെന്ന് ഇങ്ങനെ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഈ മാർക്കറ്റിനകത്ത് കൂടുതലും സീ ഫുഡ് ഐറ്റം, ഫ്രൂട്ട്സ്, അങ്ങനെ വെറൈറ്റി എന്താ പറയുക ഫുഡ് ഐറ്റംസ് ഉള്ളൊരു മാർക്കറ്റ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ വരുന്നവർ എന്തായാലും എന്ത് ചെയ്യുക, ഇതുപോലത്തെയൊക്കെ ഫുഡുകളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ നാട് വിട്ട് മാറി വരുമ്പോഴേ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഈ മാർക്കറ്റിനകത്ത് എന്താ പറയുക തേളുണ്ട്, പിന്നെ പാമ്പിനെ കഴിക്കാം, പിന്നെ അല്ലാതെ തന്നെ എന്തൊക്കെയോ എന്താ പറയുക പുൽച്ചാടി, ഇങ്ങനെയുള്ള വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടും കേട്ടോ. വെറൈറ്റി ഐറ്റംസ്. അപ്പോൾ ഇതാ കണ്ടോ ചിപ്പി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് നമുക്ക് കഴിക്കാം. ശംഖ് ഇങ്ങനത്തെ ഉണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ. നോക്കിയിട്ട് വേണം അടുത്ത് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. എന്തായാലും വന്നതല്ലേ, തേളിനെയും പഴുതാരെയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഒന്ന് നോക്കട്ടെ, ഇനി ഏതൊക്കെ ഉണ്ടെന്ന് ഓടി നടന്ന് നോക്കട്ടെ. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് സ്ക്വിഡിനെ ഫ്രൈ ചെയ്യാണ് കേട്ടോ. അവർ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. സ്ക്വിഡ് തന്നെയാണോ അതോ ഒക്ടോപ്പസ് ആണോ? അതിൻ്റെ തലയൊക്കെ കണ്ടോ? സ്ക്വിഡായിരിക്കും. എന്തായാലും വലിയ ഐറ്റം കേട്ടോ, വലിയ സൈസുള്ളതാണ്. അതിനൊക്കെ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി എന്താ പറയുക, ഞാനിങ്ങനെ പാനിൽ വെച്ച് അവർ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മണം ഒരു വല്ലാത്ത മണം തന്നെയാണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ്.